അടുത്ത പാഠം നമുക്ക് പഠിക്കാനുള്ളത് ബാരിഷ് കെയ്സെ മിലി എന്നൊരു ചിത്രകഹാനിയാണ്. ബാരിഷ് കെയ്സെ മിലി, ബാരിഷ് എന്ന് വെച്ചാൽ മഴ, കെയ്സെ മിലി എന്ന് വെച്ചാൽ എങ്ങനെ ലഭിച്ചു, മഴ എങ്ങനെ ലഭിച്ചു എന്നതാണ് നമ്മുടെ ചിത്രകഹാനിയുടെ പേര്. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു വരണ്ടിരിക്കുന്ന പ്രദേശമാണ്. അവിടെ ഒരു കുരങ്ങനുമുണ്ട്, ഒരു കൊറ്റിയുമുണ്ട്. അപ്പം നമുക്ക് നോക്കാം കൊറ്റി എന്താണ് പറയുന്നതെന്ന്. കൊറ്റിക്ക് ഹിന്ദിയിൽ ബഗുല എന്നാണ് പറയുന്നത്. വായിച്ച് നോക്കാം. ഭയ്യ ബഹൂത് പ്യാസ് ലഗി ഹെ ക്യാ കരേ. എന്താ ചോദിക്കുന്നത്? ഭയ്യ ബഹൂത് പ്യാസ് ലഗി ഹെ ക്യാ കരേ. ഭയ്യ എന്ന് വെച്ചാൽ സഹോദരൻ എന്നാണ് അർത്ഥം. അപ്പോൾ കൊക്ക് എന്താണ് ചോദിക്കുന്നത്? സഹോദര, ബഹൂത് പ്യാസ് ലഗി ഹെ, പ്യാസ് എന്ന് വെച്ചാൽ ദാഹം, വളരെയധികം ദാഹം തോന്നുന്നു, അതായത് വളരെയധികം ദാഹിക്കുന്നു. ക്യാ കരേം, എന്ത് ചെയ്യും എന്ന് ബഗുല ആരോടാ ചോദിക്കുന്നത്? ബന്ദറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബന്ദർ എന്താണ് പറയുന്നത്? പാനി കഹീം നെഹി ഹെ, പാനി കഹീം നെഹി ഹെ, വെള്ളം എവിടെയും ഇല്ല. പാനി എന്ന് വെച്ചാൽ വെള്ളം, കഹീം നെഹി ഹെ എന്ന് വെച്ചാലോ എവിടെയും ഇല്ല. പിന്നെന്താ പറയുന്നത്? ചലോ ബാരിഷ് കോ ഡൂണ്ടേ, വരൂ നമുക്ക് മഴയെ അന്വേഷിച്ച് പോകാം എന്നാണ് പറയുന്നത്. ബാരിഷ് എന്താ? മഴയാണ്. ചലോ ബാരിഷ് കോ ഡൂണ്ടേം, ഡൂണ്ടേം എന്ന് വെച്ചാൽ എന്താ? അന്വേഷിക്കാം, നമുക്ക് മഴയെ അന്വേഷിക്കാം എന്നാണ് ബന്ദർ പറയുന്നത്. അങ്ങനെ ബഗുലയും ബന്ദറും കൂടിയിട്ട് മഴയെ അന്വേഷിച്ച് പോയി. വഴിയിൽ അവർ ആരെയാണ് കണ്ടുമുട്ടിയത്? ചിത്രത്തിൽ നോക്കിയേ, ഒരു ബില്ലീനെയാണ് അവർ കണ്ടുമുട്ടിയത്. ആ ചുവന്ന അക്ഷരത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വേ ബില്ലി സേ മിലെ. വേ എന്ന് വെച്ചാൽ എന്താ? അവർ. ബില്ലി സേ മിലെ, ബില്ലിയെ കണ്ടുമുട്ടി, അവർ പൂച്ചയെ കണ്ടുമുട്ടി. ബന്ദർ പൂച്ചയോട് എന്താ ചോദിക്കുന്നത്? നോക്കൂ, മ്യാവൂജി ബാരിഷ് കഹാ മിലേഗി. മ്യാവൂജി എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ പൂച്ച. ബാരിഷ് കഹാ മിലേഗി, മഴ എവിടെ കിട്ടും എന്ന് പൂച്ചയോട് ചോദിക്കുകയാണ് ബന്ദർ. അപ്പോൾ മ്യാവൂജി, ബില്ലി എന്താ മറുപടി പറയുന്നത് നോക്കിയേ? ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. ബാരിഷ് എവിടെ കിട്ടും? ബാരിഷ് മിലേഗി, ബാരിഷ് ലഭിക്കും, അവിടെ മഴ ലഭിക്കും. എവിടെ നിന്ന്? ബാദൽ കെ പാസ്, മേഘത്തിൻ്റെ അടുത്ത് ചെന്നാൽ എന്ത് കിട്ടും? മഴ ലഭിക്കുമെന്ന് ബില്ലി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ബഗുലയും ബന്ദറും ബില്ലിയും കൂടി ആരെ അന്വേഷിച്ച് പോയി? ബാദലിനെ അന്വേഷിച്ച് പോയി. നോക്കൂ, ചലത്തെ ചലത്തെ വേ ബക്കരി കെ പാസ് പഹൂഞ്ചെ. നടന്ന് നടന്ന്, ചലത്തെ ചലത്തെ എന്ന് വെച്ചാൽ എന്താ? നടന്ന് നടന്ന്, വേ അവർ, ബക്കരി കെ പാസ് പഹൂഞ്ചെ, ബക്കരി എന്താ? ആടാണ്, ആടിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ബക്കരി കെ പാസ് പഹൂഞ്ചെ, ആടിൻ്റെ അടുത്ത് എത്തി. ഇനി ബഗുലയാണ് ബക്കറിയോട് എന്താ ചോദിക്കുന്നത്? നോക്കിയേ, ബഹൻജി കഹീം ബാദൽ കോ ദേക്കാ ഹെ. എന്താ ചോദിക്കുന്നത്? ബഹൻജി, ബഹൻജി എന്ന് വെച്ചാൽ എന്താ? സഹോദരി. കഹീം എവിടെയെങ്കിലും, ബാദൽ കോ ദേക്കാ ഹെ, എവിടെയെങ്കിലും മേഘത്തിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ബഗുല. അപ്പോൾ ബക്കരി എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഹാ ഉണ്ട്. വൗത്തോ ബൂഡേ ബബൂൽ മേ ഫസാഹെ, ആ കണ്ടിട്ടുണ്ട്, അതെവിടെയാണ് കിടക്കുന്നത്? വയസ്സായ ബൂഡാ ബബൂൽ, ബൂഡാ ബബൂൽ എന്ന് വെച്ചാൽ ഒരു വയസ്സായ ബബൂൽ മരത്തിലാണ്. ഫസാഹെ, കുടുങ്ങി കിടക്കുകയാണ് നമ്മുടെ ബാദൽ. അപ്പോൾ നമ്മുടെ ബാദൽ എവിടെയാണ്? വയസ്സായ ബബൂൽ മരത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നാണ് ബക്കരി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ബന്ദറും ബഗുലയും ബക്കരിയും കൂടിയിട്ട് എവിടെ എത്തി? ആരുടെ അടുത്തെത്തി? ആകെ ഉനോനെ ബൈൽ കോ ദേക്ക, അവർ മുന്നോട്ട് നടന്നു. ആകെ എന്ന് വെച്ചാൽ എന്താ? മുന്നോട്ട് നടന്നിട്ട് അവർ ആരെ കണ്ടു? ബൈൽ, ബൈൽ എന്ന് വെച്ചാൽ എന്താ? കാള, കാളയെ കണ്ടു. കാളയോട് നമ്മുടെ ബന്ദർ എന്താ ചോദിക്കുന്നത്? ദാദാജി ബൂഡാ ബബുൽ കഹാം രഹത്താ ഹെ. ദാദാജി എന്താ? മുത്തശ്ശൻ. മുത്തശ്ശ ബൂഡാ ബബുൽ, വയസ്സായ ബബൂൽ മരം, കഹാം രഹത്താ ഹെ, എവിടെയാണ് താമസിക്കുന്നത് എന്ന് ബന്ദർ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈൽ ഉത്തരം പറയാണ്, ഉധർ ബാഡി കെ പാസ്, അവിടെ. ഉധർ എന്ന് വെച്ചാൽ എന്താ? അവിടെ. ബാഡി കെ പാസ്, ബാഡി എന്താ? ഫലവൃക്ഷത്തോട്ടമാണ്. ഫലവൃക്ഷത്തോട്ടത്തിൻ്റെ അടുത്താണ് നമ്മുടെ ബൂഡാ ബബൂൽ ഉള്ളത് എന്ന് ബൈൽ പറഞ്ഞു കൊടുക്കുകയാണ്. അന്തമേം വേ ബൂഡേ ബബൂൽ കെ പാസ് പഹൂഞ്ചെ. അന്തമേം അവസാനം, വേ എന്ന് വെച്ചാൽ എന്താ? അവർ. ബൂഡേ ബബൂൽ കെ പാസ്, ആരുടെ അടുത്ത് എത്തി? ബൂഡേ ബബൂൽ, വയസ്സായ ബബൂൽ മരത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ബൂഡേ ബബൂൽ കെ പാസ് പഹൂഞ്ചെ എന്ന് വെച്ചാൽ എന്താ? വയസ്സായ ബബൂൽ മരത്തിൻ്റെ അടുത്ത് അവർ എത്തിച്ചേർന്നു. അപ്പോൾ എന്താ അവർ കണ്ടത്? നമ്മുടെ ബബൂൽ മരത്തിൻ്റെ മുള്ളുകളിൽ നമ്മുടെ ബാദൽ കുടുങ്ങി കിടക്കുകയാണ്, അതുകൊണ്ടാണ് ബാരിഷ് ഇല്ലാത്തത്. ആ കാഴ്ചയാണ് അവർ കണ്ടത്. അപ്പോൾ നോക്കിയേ, ബന്ദർ എന്താ പറയുന്നത്? ബാപ്പരെ ബേച്ചാര കാണ്ടോ മേ ഫസാ ഹുവാ ഹെ. എന്താണ്? ദൈവമേ, അയ്യോ, കഷ്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് ബാപ്പരെ എന്ന് വെച്ചാൽ. ബേച്ചാര, പാവം. കാണ്ടോ മേ ഫസാ ഹുവാ ഹെ, കാണ്ട എന്ന് വെച്ചാൽ എന്താ? മുള്ളുകളിൽ, ഫസാ ഹുവാ ഹെ, കുടുങ്ങി കിടക്കുകയാണ്.
ആരാ അങ്ങനെ പറയുന്നത്? നമ്മുടെ ബന്ദർ. അപ്പോൾ ബാക്കി 3 പേരും എന്താ പറയുന്നത്? ബഗുലയും ബക്കരിയും ബില്ലിയും. ചലോ ബച്ചായേ, വരൂ നമുക്കതിനെ രക്ഷിക്കാം. ബച്ചായേ എന്ന് വെച്ചാൽ എന്താ? രക്ഷിക്കാം എന്നവർ പറയാണ്. സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ, അവരെല്ലാവരും കൂടി എന്താ ചെയ്യുന്നത്? നമ്മുടെ ബാദലിനെ രക്ഷിക്കുകയാണ്. സബ്നെ മിൽക്കർ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്തു? ബാദൽ കോ ബച്ചായ, മേഘത്തെ രക്ഷിച്ചു. മേഘത്തെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത ചിത്രം നോക്കൂ. പാനി ബറസ്നെ ലഗ സബ് നാച്നെ ലഗെ, എന്ത് ചെയ്യാൻ തുടങ്ങി? പാനി ബറസ്നെ ലഗ, മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്നെ ലഗെ, എല്ലാവരും അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നാച്നെ ലഗെ, നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായിട്ട് അവരെന്ത് ചെയ്യാണ്? ഡാൻസ് കളിക്കുകയാണ്. ആരൊക്കെയുണ്ട് ചിത്രത്തിൽ? ബന്ദറുണ്ട്, ബക്കരിയുണ്ട്, മേഠക്കുണ്ട്, ബൈലുണ്ട്, ചിടിയ ഉണ്ട്, ബില്ലിയുണ്ട്. അവരെല്ലാം കൂടി എന്ത് ചെയ്യാണ്? ഡാൻസ് കളിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിത്രകഥ. ഇനി ആ ചിത്രത്തിന് താഴെ നോക്കൂ. ബാദൽ കാണ്ടോ മേ ഫസാ ഹുവാ ഹെ, ഇസ്കാ മത്ലബ് ക്യാ ഹോഗ, എന്താ ചോദിച്ചിരിക്കുന്നത്? ബാദൽ കാണ്ടോ മേ ഫസാ ഹുവാ ഹെ, നമ്മുടെ മേഘം എവിടെയാണ്? കാണ്ടോ മേ, മുള്ളുകളിൽ, ഫസാ ഹുവാ ഹെ, കുടുങ്ങി കിടക്കുകയാണ്. ഇസ്കാ മത്ലബ് ക്യാ ഹോഗ, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മത്ലബ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആജ്കൽ ഹമാരെ ബാദൽ കി ഹാലത്ത് ക്യാ ഹേ, ചർച്ച കരേം. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? ആജ്കൽ എന്ന് വെച്ചാൽ ഇന്നെന്താണ്? ഹമാരെ ബാദൽ കി, നമ്മുടെ മേഘത്തിൻ്റെ, ഹാലത്ത് ക്യാ ഹേ, അവസ്ഥ എന്താണ്? ചർച്ച കരേം, അത് ചർച്ച ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മേഘത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ് എന്നാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് കഥയിൽ മേഘം മുള്ളുകളിൽ കുടുങ്ങി കിടക്കുകയാണ്, അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എന്താണ്? അതൊരു കഥയാണ്. അപ്പോൾ ശരിക്കും മേഘം മുള്ളുകളിൽ കുടുങ്ങി കിടക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടീലോം കോ ഗിരാന എന്ന് വെച്ചാൽ എന്താ? മലകൾ ഇടിച്ചു നിരത്തൽ. പേടോം കി കട്ടായി, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ. വായു പ്രദൂഷൺ, വായു മലിനീകരണം. ജൽ പ്രദൂഷൺ, ജലമലിനീകരണം. ഇവയ്ക്ക് കാരണം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മഴക്കാലത്ത് കൃത്യമായി നമുക്ക് മഴ ലഭിക്കുന്നില്ല. ഉണ്ടായാൽ തന്നെ എന്താണ് സംഭവിക്കുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇനി വേനൽക്കാലത്തോ വരൾച്ചയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യൻ പ്രകൃതിക്ക് നേരെ ചെയ്യുന്ന അതിക്രമങ്ങൾ, അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മൾക്ക് കൃത്യമായി എന്ത് ലഭിക്കുന്നില്ല? മഴ ലഭിക്കുന്നില്ല. അതാണ് ബാദൽ കാണ്ടോ മേ ഫസാ ഹുവാ ഹേ എന്ന് ഉള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി, ബാരിഷ് കെ ആനെ പർ പ്രകൃതി മേ ക്യാ ക്യാ ബദലാവ് ആതാ ഹെ, മഴ വരുമ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് കാണാം കേട്ടോ. അടുത്തത് പാഠപുസ്തകത്തിലെ ഒരു പോസ്റ്ററാണ്. ആനെ വാലെ ദിനോം കേലിയെ, ആനെ വാലെ ദിനോം കേലിയെ എന്ന് വെച്ചാൽ എന്താണ്? വരും നാളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് വെള്ളം സംരക്ഷിക്കാം. ബൂന്ത് ബൂന്ത് നെഹി ബർത്തേങ്കെ തോ ബൂന്ത് ബൂന്ത് കോ തർസേങ്കെ, അതായത് ഓരോരോ തുള്ളിയും പാഴാക്കാതെ ജലം ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ ഓരോരോ തുള്ളിക്കും വേണ്ടി ദയനീയമായി കെഞ്ചേണ്ടി വരും എന്നാണ് പറയുന്നത്. ബൂന്ത് എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, തുള്ളിയാണ്. ബർത്തന എന്ന് വെച്ചാൽ എന്താ? ഉപയോഗിക്കുക. തർസന എന്ന് വെച്ചാൽ എന്താ? കെഞ്ചുക എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ തുള്ളിയും നമ്മൾ പാഴാക്കാതെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വരും നാളുകളിൽ എന്തുണ്ടാവില്ല? ജലം ഉണ്ടാകില്ല. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പോസ്റ്ററാണ് ഇത്. അടുത്ത ആക്ടിവിറ്റി വർഗ പഹേലിയാണ്. സൈഡിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ബക്കരിയുടെ ചിത്രമാണ്. ബക്കരി എന്ന് എഴുതണമെങ്കിൽ എങ്ങോട്ട് എഴുതണം? അതിന് നേരെ ഏരോ മാർക്ക് കൊണ്ട് വലത്തോട്ടാണ്. അപ്പോൾ വലത്തോട്ട് ബക്കരി എന്ന് എഴുതണം. 1 എന്നിട്ടിട്ടുള്ള ആ കോളത്തിൽ ബക്കരി എന്ന് വലത്തോട്ട് എഴുതണം. പിന്നെയോ താഴെ കൊറ്റിയുണ്ട്. കൊറ്റി, ബഗുല എന്നുള്ളത് താഴേക്ക് എഴുതണം. പിന്നെയോ 2 പേട് എന്നുള്ളത് താഴേക്ക് എഴുതണം. അതേപോലെ ബന്ദർ മൂന്നാമത്തെയാണ്, അത് എന്താ? ബന്ദർ എന്നുള്ളത് താഴേക്കും എഴുതണം. ബൈലും താഴേക്കാണ്. പിന്നെ ബാദലാണോ മേഘാണോ വരുന്നത് എന്ന് നോക്കിയിട്ട് അത് വലത്തോട്ട് എഴുതണം. ബില്ലി എന്താ വരുന്നത്? 6ാമത്തെയാണ്, അതും വലത്തോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉത്തരം വരുന്നത് എന്ന് നോക്കാം. ബക്കരി ഒന്നാമത്തെ, പിന്നെ 2 താഴേക്ക് പേടാണ്, 1 താഴേക്ക് ബഗുലയാണ്, 3 താഴേക്ക് ബന്ദർ, 4 താഴേക്ക് ബൈൽ, 5 വലത്തോട്ട് ബാദൽ, 6 വലത്തോട്ട് ബില്ലി. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പ്രകൃതി കെ സംരക്ഷൺ കെ ലിയെ ക്യാ ക്യാ കർനാ ഹെ.
പേടോം കാ സംരക്ഷൺ കർണ ഹെ, മരങ്ങൾ സംരക്ഷിക്കണം. നയേ പേട് ലഗാനെ ഹെ, പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പ്രകൃതി സെ പ്യാർ കർണ ഹെ, പ്രകൃതിയെ സ്നേഹിക്കണം. നദി നാലോം കാ സംരക്ഷൺ കർണ ഹെ, നദികളും മറ്റു ജലാശയങ്ങളും സംരക്ഷിക്കണം. ഇനി കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. ബാരിഷ് മഴ, കെയ്സെ എങ്ങനെ, ഭയ്യ സഹോദരൻ, പ്യാസ് ദാഹം, ക്യാ കരേം എന്ത് ചെയ്യും, പാനി വെള്ളം, കഹീം നെഹി ഒരിടത്തുമില്ല, ഡൂണ്ടന അന്വേഷിക്കുക, വേ അവർ, ബില്ലി പൂച്ച, മിൽന കിട്ടുക, കഹാം എവിടെ, ബാദൽ മേഘം, കെ പാസ് അടുത്ത്, ചൽത്തെ ചൽത്തെ നടന്ന് നടന്ന്, പഹൂഞ്ചന എത്തിച്ചേരുക, ബക്കരി ആട്, ബഹൻ സഹോദരി, ബൂഡ വൃദ്ധനായ, ബബൂൽ ഒരു ഔഷധമരം, ഫസ കുടുങ്ങിയ, ഉനോനെ അവർ, ബൈൽ കാള, ദേഖ കണ്ടു, ദാദാജി മുത്തച്ഛൻ, ഉദർ അവിടെ, ബാടി ഫലവൃക്ഷത്തോട്ടം, അന്തമേം അവസാനം, ബേച്ചാര പാവം, കാണ്ട മുള്ള്, ബച്ചാന രക്ഷിക്കുക, സബ്നെ എല്ലാവരും, മിൽക്കർ ഒരുമിച്ച് ചേർന്ന്, പാനി ബറസ്നെ ലഗ മഴ പെയ്യാൻ തുടങ്ങി, സബ് നാച്നെ ലഗെ എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി.